തിരുമേനി വല്ലാത്ത രക്ഷയിപ്പി മെമ്പറെ. വിഷമിക്കണ്ട, രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ആ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേട്ടായി? പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ് ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരം കൊണ്ട് അവൻ ഓടി. പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവിടെ. ഞാൻ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരന്റെ ടെന്റിന് തീയിട്ടപ്പോൾ അതിലയാളുടെ ഗർഭിണിയായി ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ. പിന്നെ ഇതുവരെ ആരും തേവരെ തൊട്ട് കളിക്കാൻ മുതിർന്നിട്ടില്ല. തൊട്ടവൻ വെണ്ണീറാവും. അത്രയ്ക്ക് ശക്തിയാ. അപ്പൊ ശരി ബീലി, നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കേ. ദേ, ഞാൻ ഇതുവഴി അങ്ങ് പോവുക. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി വലത്തോട്ട് തിരിഞ്ഞല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ വരൂ? എന്നാ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ആയിക്കോട്ടെ, ശരി. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 എണ്ണം പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല എന്ത് വെണ്ണീറാവൂന്ന്. വിശന്നിട്ട് വയ്യ, വയറ് കത്തിക്കാണ്. ഒന്നടങ്ങടാ. ആടാ, ഒരു മിനിറ്റ്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് നീ ആ യൂട്യൂബ് പെട്ടെന്ന് വിളിക്കും. എന്ത് കിട്ടുമെന്ന് അറിയാലോ. എന്നാ നിങ്ങൾ ചായക്കടയിലേക്ക് കിട്ടും. ഞാൻ യൂട്യൂബ് പെണ്ണെ വിളിച്ചിട്ട് വരാം. ഫുൾ ഡീറ്റെയിൽസ് പറയണേ അല്ലേ? പിന്നെ ഈ തൂക്കം നോക്കാതെ വില പറയാൻ പറ്റുമോ? യൂട്യൂബ് പെട്ടെന്ന് പറ്റുമോ? അങ്ങനെയാണ്. ഓക്കെ. സംഭവം ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ ഇച്ചിരി റിസ്ക്കാ, ടൈം എടുക്കും. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന്. എത്ര കിട്ടുമെന്ന് പറ. സത്യം ഉറപ്പല്ലേ? അവസാനം വാക്ക് മാറ്റരുത്. ഓക്കെ. അപ്പം ശരി, ഞാൻ വിളിക്കാം. ഈ ഫോൺ ബൂത്തൊക്കെ ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വലിയ പാടാ. ഇതാരും ഏവതി കൊച്ചാ? ക്ലാസ്സിൽ പോയിരിക്കും. അല്ല, കഥകളിക്ക് പോവാ. വീട്ടിക്ക് ചേട്ടാ, തേൻ മിഠായി. ദിവസവും ഇതിങ്ങനെ കഴിച്ചാലേ ചെറുപ്രായത്തിൽ വല്ല ഷുഗറും വരും കൊച്ചേ. ചേട്ടന് ഷുഗർ വന്നത് മിഠായി കഴിച്ചിട്ടാണോ? നിന്നോടൊന്നും തർക്കിക്കാൻ ഞാനില്ല. ചേട്ടൻ മിഠായി എടുത്തേ. ഒരെണ്ണം ഞാൻ എടുക്കണ്ടേ? കൊള്ളാം, എനിക്കങ്ങോട്ട് ഇഷ്ടായിരിക്കണു. അയ്യോ ചേട്ടാ, ജീപ്പ് വന്നു. വേഗം തായോ. ആ ചെക്കൻ എന്താ നിന്നെ കണ്ടപ്പോ ഇളക്കം? അത് കിട്ടണത് കിട്ടുമ്പോ തീർന്നോളൂ. ചീറ്റിപ്പോയില്ലേ? ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളെയും കൊണ്ടേ പോകും. അവള് നിന്നെയും കൊണ്ട് പോകാൻ നോക്കിയോ? എന്തായി, ഇട്ടുപെട്ടെന്ന് കിട്ടിയ? സാധനം കിട്ടി എന്ന് അപ്പൊ തന്നെ ക്യാഷ് റെഡിയാണെന്നാ പറഞ്ഞത്. എത്ര കിട്ടുന്നെങ്ങാനും പറഞ്ഞോ? 5 ലക്ഷം. No, crores. 5 crores. അങ്ങനെ 5 കോടി ക്ലബ്ബ് കയറി. എന്താ ആലോചിക്കണേ? ഞാൻ നല്ല മധുരമുള്ളൊരു സ്വപ്നം കണ്ട. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ.
അതല്ലേ? എങ്ങനെ മനസ്സിലായി? എടാ 10 കാശ് കൈ വരുമെന്നാകുമ്പോൾ ഏതൊരു കൂതറ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്ന പാട്ടാണ്. അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. വാ വെള്ളം ഞണ്ണ. ഈ ഉണക്ക പീടിയെന്നോ? ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഒരു പുഴുങ്ങിയ പഴം കൂടി ഉണ്ട്, ഗംഭീരായി. ഓ ഇവന്റെ ഒരു കാര്യം, ആ പഴമൊന്നും വേണ്ട, മുട്ട മതി അല്ലേ ഏട്ടായി? രണ്ടും ആയിക്കോട്ടെ അല്ലേ? കേട്ടടാ, വയറ് നിറച്ച് കുത്തി കയറ്റും. കഴുതകളെ ഞണ്ണിക്കൊണ്ടിരിക്കാണ്ട് നമ്മൾ ഇവിടെ വന്ന് കാര്യങ്ങൾ നടത്താനുള്ള വഴികൾ ആലോചിക്കും. അതിൻ്റെ ഇടയിൽ ആലോചിക്കണ്ടല്ലോ. ഇനി എന്താ വേണ്ടത്? ഒരു പ്ലേറ്റ് രക്തം മുട്ടക്കറി, അപ്പം മുട്ടക്കറി. പുലിപ്പഴങ്ങാനും പിടിക്കോ? ഒന്ന് കാണാനാ. പുലിയെ വിവരം അറിയിച്ചിട്ടുണ്ട് ചേട്ടാ. ഫ്രീ ആയാ ഈ വഴിക്കൊന്ന് ഇറങ്ങാൻ വരുമ്പോൾ അറിയിക്കാം. ചേട്ടൻ വന്ന് കണ്ടേച്ച് പോയിക്കോട്ടാ. അത് വേട്ടക്കാരൻ പറഞ്ഞ നേരാ. വന്ന പിറ്റേ ദിവസം പുലിനെ പിടിക്കാന്ന് വെച്ചാൽ ഇതെന്താ കള്ളനും പോലീസും കളിക്കുക? അതിനൊക്കെ ചില രീതികളൊക്കെ ഇല്ലേ അല്ലേ? ആ ഇതാരാ സതീശ പുതിയ ചങ്ങായിമാര്? ആറ്റുവെക്കലിന്റെ സ്ഥലം വാങ്ങാൻ വന്നവരാ. ഇനി ചിലരുടെ പറമ്പോക്കിലെ കൃഷിയൊക്കെ ഇവിടെ നിൽക്കും. അവിടെ റിസോർട്ട് വരാൻ പോവാ. നീ ഒലത്തും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്ന എന്റെ സ്ഥലം അത്. അതും കൂടെ ചൂണ്ടിക്കാണിച്ച് നിന്റെ 3 ഏക്കർ മല വയ്ക്കാൻ നീ വിചാരിക്കണ്ട. അത് നടക്കരുത് സതീശ. സർക്കാർ പറമ്പൊക്കെ എന്ന് പറയണം നിന്റെ സ്ഥലമായത്. പട്ടയത്തിനൊരു അപേക്ഷയും കൊലത്തി കൊടുത്തു എന്ന് കരുതി നീ നെകളിക്കണ്ട. ഈ സതീശനൊരു സ്ഥലം നോട്ടമിട്ട അത് സ്വന്തമാക്കിയിരിക്കും. അതിന് എന്നാ പോക്കൃത്തരം കാണിച്ചിട്ടാണേലും ചെയ്തിരിക്കും. ഈ നാട് മുഴുവൻ നീ സ്വന്തമാക്കിയാലും എന്റെ വിയർപ്പ് വീണ ആ മണ്ണിൽ നീ കാലുകുത്തിയ ആ കാല് ഞാൻ വെട്ടും. പേടിപ്പിക്കുന്നുണ്ടോ? ഒന്ന് മറിക്കാം. എടാ പൊട്ടൻചങ്കര, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, നിന്റെ പട്ടയത്തിന്റെ അപേക്ഷയിൽ ഒരു തീരുമാനമാകുന്നവരെ അവനോട് ഉടക്കിനൊന്നും പോകല്ലെന്ന്. അച്ഛന് ഞാനായിട്ടൊന്നിനും പോയിട്ടില്ല. അയാൾ കയറി ചുമ്മാ ചൊറിയാൻ വന്നതാ. ആ എന്നാലും നീ ചെല്ലേ. ഇനി കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകണ്ട. എന്തിനും മടിക്കാത്തൊരു പോത്താവൻ. ശരി അച്ഛോ, ഞാൻ പോയേക്കോ. ആ 10-15 കൊല്ലം മുമ്പ് ഡീക്കനച്ചനായിട്ട് ഞാൻ ഇടവകയിലിരിക്കുമ്പോൾ ഒരു പെരുമഴയത്ത് നനഞ്ഞു കുതിർന്ന് പള്ളിയുടെ മുന്നിൽ വന്ന് നിന്നതായവൻ. ആരും ഇല്ലാത്തവരാണെന്നറിഞ്ഞപ്പോൾ അന്നത്തെ വികാരിയച്ഛൻ പിടിച്ച് ഞങ്ങളുടെ പള്ളിയിൽ നിർത്തി. സ്കൂളിലൊക്കെ വിട്ടു നോക്കി. എന്നതാണോ അവൻ അങ്ങോട്ട് ശരിയായില്ല. സ്കൂൾ അങ്ങനെ എല്ലാവർക്കും ശരിയാവില്ല അച്ഛോ. എനിക്ക് ശരിയായില്ല കേട്ടോ. അച്ഛൻ പറയച്ചോ. ഒടുക്കം ആറ്റുവെക്കിലെ പുറമ്പോക്കിൽ കൃഷി ഇറക്കാൻ എൻ്റെ 5000 രൂപ മേടിച്ചോണ്ട് പോയതാവൻ. കർത്താവിന്റെ കൊണ്ട് സത്യം പറയാലോ, ഇന്ന് ഈ നാട്ടിൽ മറ്റാരേക്കാൾ നന്നായി ജീവിക്കുന്ന അവനാ. അതിരിക്കട്ടെ, എന്നായി നിങ്ങളുടെ പുലിപിടുത്തമൊക്കെ? ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കുക. ഡീറ്റെയിൽസോ? അതെ ചോ. ഈ പുലിയുടെ നീക്കങ്ങൾ, സ്ഥിരം വരുന്ന സ്ഥലം, സമയം, കാൽപ്പാടുകൾ, കൈരേഖകൾ അതൊക്കെ പഠിച്ചോണ്ടിരിക്കും. പിന്നെ നല്ലൊരു ഉഗ്ര കെണിയും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതേതായാലും നന്നായി. നാട്ടുകാർ മുഴുവൻ നിങ്ങളെ കുറിച്ച് ഒടുക്കത്തെ പ്രതീക്ഷയില്ല. എന്നാലും നിങ്ങൾ സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളെ പുലിയുടെ മുന്നിലെത്തിക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോ, ഇയാൾക്ക് വേറെ എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്?